ദീർഘമായ ഒരു ശ്വാസം എടുക്കുക, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് പുറത്തേക്ക് വിടുക. ഈ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള 2 മിനിറ്റുകളാണിപ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ പാട്ട് പാടുന്നു മാത്രം. അത് നിങ്ങൾ ഏറ്റുപാടുക. അപ്പോൾ ഇവിടെ ഉണരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും നിറയുവാനുള്ള ഒരു ചൈതന്യ ശക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും തുടിക്കുന്ന ചൈതന്യമാണ് എങ്കിൽ ഞാൻ പറയുന്ന, അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകർ പറയുന്ന വൈറ്റൽ എനർജിയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണുകൾ അടച്ചിരിക്കുക, കൈകൾ രണ്ടും തുറന്ന് മടിയിൽ വെക്കുക, പരമാവധി കഴുത്തും തലയും നടുവും നേരെ വെക്കുക. ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്, ഉറങ്ങാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ടും വളരെ ഡീപ്പായിട്ടല്ലാതെ ചെറിയ ശ്വാസം സ്വീകരിക്കുക. എന്നിട്ട് ഞാൻ പാടുമ്പോൾ നിങ്ങൾ ശ്വാസം എടുക്കുക, എന്നിട്ട് ഞാൻ പാടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്വാസം വിട്ടുകൊണ്ട് പാടുക. എന്താണോ പാടുന്നത് അത് അക്ഷരം പ്രതി അനുഭവിച്ചുകൊണ്ട് പാടുക. അങ്ങനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. എന്നിൽ ഉയരുന്നു പ്രാണചൈതന്യം. പാടും. പ്രാണചൈതന്യം ഉണരുന്നു സ്നേഹചൈതന്യം. എന്നിൽ വളരുന്നു ജീവചൈതന്യം. ഇനി നമ്മിൽ എന്ന് പാടും. ഞാൻ പാടിയതിലും നിങ്ങൾ ആവർത്തിക്കുക. നമ്മൾ ഒരു സമൂഹമായി ഒരു വിറകുകൊള്ളി കത്തുന്നു, പല വിറകുകൊള്ളികൾ ഒന്നിച്ച് കത്തുമ്പോൾ ഉള്ള ദീപം പോലെ വലിയൊരു പ്രകാശം, സ്നേഹ ചൈതന്യം, ആത്മാ ജ്യോതി ഇവിടെ തെളിയുകയാണ്. ആ ബോധത്തോടുകൂടി കൂട്ടായ ഒരു യജ്ഞം, വിശ്വസാഹോദര്യ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് പാടുക. ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ദിനമാണ്. പ്രകൃതി മധ്യസ്ഥൻ്റെ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യത്തിൻ്റെ ഉറവിടമായ ഈ സ്ഥലത്ത് ഈ ഒരു ഹൃദയതാളം, ജീവചൈതന്യം തുടിക്കുന്ന ബോധത്തോടുകൂടി നമുക്ക് വിശ്വസാഹോദര്യ സങ്കല്പത്തിൽ പാടാം. നമ്മിൽ ഉണരുന്നു പ്രാണചൈതന്യം. നമ്മിൽ നിറയുന്നു ആത്മചൈതന്യം. നമ്മിൽ വളരുന്നു സ്നേഹചൈതന്യം. നമ്മിൽ ഉണരുന്നു ജീവചൈതന്യം. നമ്മിൽ നിന്നൊഴുകുന്നു പ്രാണചൈതന്യം. എങ്ങും നിറയുന്നു സ്നേഹചൈതന്യം. എങ്ങും പടരുന്നു ആത്മചൈതന്യം.
ആഹാ ആഹാ ഓഹോ Mm-hmm.